മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കഴിഞ്ഞ 20 വർഷമായി NCPയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ അംഗങ്ങളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ വെച്ച് നടന്ന ശ്രീ ശരത് പവാറിൻ്റെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. തൊട്ടടുത്ത സീറ്റിൽ എന്നെ പിടിച്ചിരുത്തി സഹോദര തുല്യമായ സ്നേഹത്തോടുകൂടി യു സിറ്റ് ഹിയർ എന്ന് പറഞ്ഞ് എന്നെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം. മഹാരാഷ്ട്രയിലെ കരുത്തനായ ഒരു നേതാവാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യുക്തിബോധത്തിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അത്തരം നിലപാടുകളുമായി യോജിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വ്യക്തിപരമായുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഒരു ദുരന്തമായിട്ടാണ് കാണുന്നത്. അത് സംബന്ധിച്ച് ധാരാളം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും അതൊന്നും എൻ്റെ പരിഗണനയിൽ വരുന്നില്ല. എൻ്റെ ഒരു സഹോദരൻ്റെ നിര്യാണം പോലെയുള്ള വേദനയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ദുരന്തത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടും അനുയായി വർഗത്തോടും ഞങ്ങളുടെ കേരള ഘടകം NCPയുടെ അനുശോചനം രേഖപ്പെടുത്താൻ സംതൃപ്ത കുടുംബങ്ങൾക്ക് വളരെ വേഗം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. അത്തരം വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സാങ്കേതികവും യുക്തിസഹവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഇനി വിവരങ്ങൾ അറിയാൻ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരുടെയും സംശയം. ഏതായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഈ മണിക്കൂർ വന്നുകൊണ്ടിരിക്കുന്നത്. 8:45 ബാരാമതിക്ക് സമീപം അപകടം ഉണ്ടായതും അദ്ദേഹം ഉൾപ്പെടെ 6 പേരുടെ ജീവൻ അപഹരിച്ചതും. വിമാനത്തിലുണ്ടായിരുന്നത് ഒരു അറ്റൻഡൻറ്റും ഒരു PSOയും അതുപോലെ വിമാന ജീവനക്കാരായ 2 പേരും. ഇവരിൽ ആരും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. 8:45 വിമാനം ഇടിച്ചിറങ്ങുകയായിരുന്നു. ബാരാമതിയിൽ എയർപോർട്ടിനടുത്ത് റൺവേക്കടുത്ത് ബാരാമതിയിൽ ഈ വിമാനം ബാലൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ഇടിച്ചിറക്കാൻ നടത്തിയ ശ്രമത്തിനിടയിലാണ് വിമാനം കത്തി അമർന്നത്. 6 പേരും ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് വിവരം. DGCA അപകട വിവരം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 തവണ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ട് അദ്ദേഹം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.